ദരിദ്രരും നിരാലംബരുമായ മനുഷ്യർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച മദർ തെരേസയെ മതപരിവർത്തനം ആരോപിച്ച് വേട്ടയാടാൻ ശ്രമിച്ചവരാണ്. കുഷ്ഠരോഗികൾക്കായി ജീവിച്ച ഗ്രഹാം സ്റ്റെയിൻസിനെ ചുട്ടുകൊന്നവരാണ്. നീതി നിഷേധിക്കപ്പെട്ട ഒരു ജനതയുടെ ശബ്ദമായതിന് പൗരാവകാശങ്ങൾ പോലും റദ്ദു ചെയ്ത ഫാദർ സ്റ്റാൻ സ്വാമിയെ കാരാഗ്രഹത്തിന്റെ ഇരുട്ടിലിട്ട് കൊന്നവരാണ്. കണ്ടമാലിൽ സിസ്റ്റർ മീന ലളിത ബറുവയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയവരാണ്. ന്യൂനപക്ഷങ്ങളെ പതിയിരുന്ന് ആക്രമിച്ച് വേട്ടയാടി കൊന്നു തിന്നുന്ന ഈ വേട്ടപ്പട്ടികളിൽ നിന്നും ഏത് നീതിയുടെ കിരണമാണ് അരമനകൾ ഇനിയും കാത്തിരിക്കുന്നത്? ബജ്രംഗ് ദൾ, ഹിന്ദു മഹാസഭ, ഹനുമാൻ സേന, ഹിന്ദു ജാഗരൺ മഞ്ച്, കാലത്തിന്റെയും നാടിന്റെയും ഒഴുക്കനുസരിച്ച് മാറുന്നത് പേരുകൾ മാത്രം. ലക്ഷ്യം എന്നോ പറഞ്ഞുറപ്പിച്ചു കഴിഞ്ഞ ന്യൂനപക്ഷ നിഗ്രഹം. ഗുജറാത്തിലെ മുസ്ലിം വംശഹത്യയുടെ ആസൂത്രകൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് മുതൽ ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളിൽ ഉണ്ടായത് ഞെട്ടിപ്പിക്കുന്ന വർധനവ്. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ റിപ്പോർട്ട് പ്രകാരം 2024 ഉണ്ടായത് 834 ആക്രമണങ്ങൾ, 2023 734. ഈ വർഷം ഇതുവരെ ഉണ്ടായ 378 ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളിൽ ഏറ്റവും മുന്നിൽ ഛത്തീസ്ഗഡ് 82, ഉത്തർപ്രദേശ് 73, കർണാടക 32, രാജസ്ഥാൻ 25, മധ്യപ്രദേശ് 24, ബീഹാർ 22. ഇതിൽ FIR രജിസ്റ്റർ ചെയ്തത് 17 കേസുകളിൽ മാത്രം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ആൾക്കൂട്ട വിചാരണ ചെയ്തു ബജ്രംഗ് ദൾ. വർഷങ്ങളായി ക്രൈസ്തവ വിശ്വാസികളായവരെ മതപരിവർത്തനം നടത്തിയത്രേ. വേട്ടക്കാർ രക്ഷകരുടെ വേഷം കെട്ടി നിറഞ്ഞാടുമ്പോഴും ന്യൂനപക്ഷ വേട്ടയുടെ രക്തക്കറ പുരണ്ട ധംഷ്ടകൾ ആട്ടിൻ തോലിനുള്ളിൽ ഒളിപ്പിക്കാൻ അവർ പാടുപെടുന്നത് കാണാമായിരുന്നു. അത് വീണ്ടും ആഴ്ന്നിറങ്ങുന്നത് ഒഡീഷയിലെ വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും മേലെ. ദാരിദ്ര്യത്തെ ലോകത്തിന് മുന്നിൽ കെട്ടിമറച്ച ഒന്നാമതാണെന്ന് മേനി നടിക്കുന്ന വിശ്വഗുരുവിനോടാണ്. തൊപ്പിയും താടിയും വെക്കാനും, കഴുത്തിലൊരു കുരിശുമാല തൂക്കാനും, നെറ്റിയിലൊരു ചന്ദനക്കുറി വരയ്ക്കാനും, അങ്ങനെ ഓരോ മനുഷ്യനും അവന്റെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയുമായിരുന്ന എന്റെ നാടിനെ നിങ്ങൾ എന്ത് ചെയ്തു? ബജ്രംഗ് ദൾ എന്ന മത തീവ്രവാദി കൂട്ടം എന്റെ നാടിന്റെ മതേതരത്വത്തിൽ കത്തിവെക്കുമ്പോൾ ഏത് ഗുഹാവാടത്തിൽ തപസ്സിരിക്കുകയായിരുന്നു നിങ്ങൾ? കുറുവടികളും കാവിക്കൊടികളുമായി ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും നേരെ വിരളി പൂണ്ട് നടക്കുന്ന നിങ്ങളുടെ പരിവാര കൂട്ടങ്ങളിൽ നിന്നുള്ള സംരക്ഷണമാണ് ഈ നാടിന് ആദ്യം വേണ്ടത്.